നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 19. അങ്ങനെ തുടർച്ചയായി ഇന്ന് മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. വെള്ളിയാഴ്ചയും ഇന്ന് ചൊവ്വാഴ്ചയും നെഗറ്റീവ് സെന്റിമെന്റ്സോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ഇന്നലെ കൺസോളിഡേഷന് കൂടിയിട്ട് നേരിയ നേട്ടത്തോടുകൂടി നിഫ്റ്റിക്ക് വ്യാപാരം അവസാനിപ്പിക്കുവാനുമായിരുന്നു. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഇന്ന് കൺസോളിഡേഷൻ ആണെങ്കിലും അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് തള്ളിവിടുവാൻ ഉണ്ടായതെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസുകളിലും പോസിറ്റീവ് സെന്റിമെന്റ്സോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് തന്നെയായിരുന്നു ലഭ്യമായിരുന്നതും. 23,782 എന്ന ലെവലിൽ ഇന്ന് നിഫ്റ്റിക്ക് റെസിസ്റ്റൻസ് നേരിടേണ്ടതായിട്ട് വന്നു. ഇന്ന് ഉച്ചതിരിഞ്ഞ് 2:10 ശേഷം ഇന്ത്യൻ മാർക്കറ്റ് ദുർബലപ്പെടുന്ന കാഴ്ച തന്നെയാണ് കാണുവാനായിട്ടും സാധിച്ചിരുന്നത്. തൽഫലമായി 23,587 എന്ന ലെവലിൽ സപ്പോർട്ട് എടുക്കുവാൻ സാധിച്ചു. തൽഫലമായി 32 പോയിന്റുകൾക്ക് അടുത്ത് നഷ്ടത്തോടുകൂടി 23,618 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ സെൻസെക്സിന് 114 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടിയും ബാങ്ക് നിഫ്റ്റിക്ക് 127 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. മാർക്കറ്റിന് ഇന്ന് നേരെ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നെങ്കിലും NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ 1942 സ്റ്റോക്കുകൾക്ക് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായി, അതേസമയം 997 സ്റ്റോക്കുകൾക്ക് മാത്രമേ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നുള്ളൂ. ഇൻഫോസിസ്, HCL ടെക് മഹീന്ദ്ര, ഇറ്റേണൽ, ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ട് മാറുവാനായപ്പോൾ കൊട്ടാക് മഹീന്ദ്ര, അൾട്രാടെക് സിമെന്റ്, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ്, ടൈറ്റൻ കമ്പനി, അദാനി പോർട്സ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിലെ ടോപ്പ് ലൂസേഴ്സ് ആയിട്ട് മാറേണ്ടതായിട്ടും വന്നു. ഇന്നത്തെ മാർക്കറ്റിൽ ഉണ്ടായ വോൾട്ടാലിറ്റിയെയും കൂടാതെ പ്രൈവറ്റ് ബാങ്ക് മാത്രമല്ല സെലക്ടഡ് ആയിട്ടുള്ള കൺസപ്ഷൻ സ്റ്റോക്കുകളിലും വീക്ക്നെസ് പ്രകടമായിരുന്നെങ്കിലും നിഫ്റ്റി ഐടിയുടെ ഇന്നത്തെയും തകർപ്പൻ പ്രകടനം ഒരു പരിധി വരെ ആ കോട്ടങ്ങളെയൊക്കെ മറികടക്കുവാനും സാധിച്ചു. നിഫ്റ്റി ഐടിക്ക് 3.4% അഥവാ 918 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. കൂടാതെ റിയാലിറ്റി, PSU ബാങ്ക് തുടങ്ങിയ മേഖലകൾക്കും ഇന്ന് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി റിയാലിറ്റിക്ക് 1.5%, PSU ബാങ്കിന് 0.25%ലേറെയും നേട്ടവും കൈവരിക്കുവാനായി. അതേസമയം ബെഞ്ച് മാർക്ക് ഇൻഡസ്ട്രീസുകളെ മറികടന്നുകൊണ്ടുള്ള മികച്ച പ്രകടനം ഇന്ന് ബോർഡർ മാർക്കറ്റ്സുകൾക്ക് കാഴ്ചവെക്കുവാനുമായി. തൽഫലമായി നിഫ്റ്റി മിഡ് ക്യാപ്പിന് 1%, നിഫ്റ്റി സ്മോൾ ക്യാപ്പിന് 1.25% നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. ഇന്നും ഇന്ത്യൻ രൂപയ്ക്ക് തുടർച്ചയായി 8ാമത്തെ ട്രേഡിംഗ് സെഷനിലും US ഡോളറിനെതിരെ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് ഫ്രഷ് റെക്കോർഡ് ലോ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടും വന്നു. 96.52 എന്ന ലെവലിലേക്കും ഇന്ത്യൻ രൂപയ്ക്ക് ഒരു ഘട്ടത്തിൽ എത്തിച്ചേരേണ്ടതായിട്ടും വരികയും ചെയ്തു. SBI നയിക്കുന്ന കൺസോർഷ്യവുമായിട്ട് 35,000 കോടി രൂപയുടെ ഫണ്ടിംഗ് പാക്കേജിനായിട്ട് ഡീപ്ലി എൻഗേജ്ഡ് ആണെന്നുള്ള സ്റ്റേറ്റ്മെന്റ് CEO നടത്തിയതിനെ തുടർന്ന് ഇന്ന് വോഡഫോൺ ഐഡിയയുടെ സ്റ്റോക്ക് പ്രൈസിൽ 6% ഉയർച്ച ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെട്ടു. വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ ഡെവലപ്മെന്റ്സുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ആകെ ട്രംപ് പറഞ്ഞിരിക്കുന്നത് രാവിലെ നമ്മൾ കണ്ട പോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നുമുള്ള അഭ്യർത്ഥന മൂലം താൽക്കാലികമായിട്ട് ഇറാന് മുകളിലുള്ള ആക്രമണം നിർത്തിവെച്ചിട്ടുള്ളെന്നുള്ള പ്രസ്താവനയാണ് വരികയും ചെയ്തത്. എന്നാൽ ഇത് എത്ര നാളത്തേക്കാണെന്നുള്ള സൂചന അദ്ദേഹം നൽകുകയും ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഇന്ന് പോസിറ്റീവ് ഓപ്പണിംഗിന് ശേഷം മാർക്കറ്റിന് ശക്തിയാർജിക്കുവാൻ സാധിച്ചെങ്കിൽ കൂടിയിട്ടും കൺസോളിഡേഷൻ ആണ് നടന്നതെങ്കിലും നേരിയതാണെങ്കിലും ഇന്ന് നഷ്ടത്തോടുകൂടി മാർക്കറ്റിനെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ ഇടയാക്കിയ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം. ആദ്യമായി തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. കാരണം ഇന്ന് രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ കണ്ടിരുന്നു 23,800 എന്ന ലെവലിൽ നിഫ്റ്റിക്ക് ശക്തമായ റെസിസ്റ്റൻസ് നേരിട്ടേക്കാമെന്ന്. ഇന്ന് ആ ലെവൽ എത്തുന്നതിന് തൊട്ട് മുന്നേ തന്നെ ശക്തമായ പ്രോഫിറ്റ് ബുക്കിംഗ് മാർക്കറ്റിൽ പ്രകടമായിരുന്നു. ഇന്നലെ US മാർക്കറ്റുകൾക്ക് വെള്ളിയാഴ്ചത്തെ പോലെ തന്നെ വലിയ ഇടിവ് നേരിടേണ്ടി വന്നില്ലെങ്കിലും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിച്ച് തുടരേണ്ടതായിട്ട് വന്നതും മാത്രമല്ല ഇന്ന് ഏഷ്യൻ മാർക്കറ്റ്സിൽ അനുഭവപ്പെട്ട വീക്ക്നെസ്സിനെ തുടർന്ന് ഗ്ലോബൽ ക്യൂസ് വീക്കായിട്ട് മാറിയതും ഇന്ത്യൻ രൂപയ്ക്ക് തുടർച്ചയായി ഇന്ന് 8ാമത്തെ ട്രേഡിംഗ് സെഷനിലും US ഡോളറിനെതിരെ ഇടിവ് നേരിട്ടുകൊണ്ട് ഫ്രഷ് റെക്കോർഡ് ലോ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നതും ഇന്ത്യൻ മാർക്കറ്റിനെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്തു. ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന ഇടിവ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളെ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും വികർഷിക്കുന്ന ഒരു പ്രധാന ഘടകമായതിനാലും അത് ഇക്വിറ്റി
മാർക്കറ്റിനെ പ്രഷർ ചെയ്യുമെന്നുള്ളതിനാൽ ഇന്ത്യൻ രൂപയ്ക്ക് തുടർച്ചയായിട്ട് നേരിടേണ്ടി വരുന്ന ശോഷണവും യുഎസ് ഡോളറിനെതിരെ തൽഫലമായി ഇന്നത്തോടുകൂടി ഈ കലണ്ടർ വർഷം ആരംഭിച്ചതു മുതൽ ഇന്ത്യൻ രൂപയ്ക്ക് യുഎസ് ഡോളറിനെതിരെ 7% ഇടിവും നേരിടേണ്ടതായിട്ട് വന്നു. ഇതിനു പുറമെ ഇന്ന് യുഎസിലെ 10-year ബോണ്ട് ഈൽഡ് അതിന്റെ ഒരു വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. ഇത് വരാനിരിക്കുന്ന ഫെഡറൽ റിസർവ് പോളിസിയിൽ ഒരുപക്ഷെ റേറ്റ് ഹൈക്കിനുള്ള സാധ്യതകൾക്കുള്ള വഴി തെളിച്ചേക്കാമെന്നുള്ള വിദഗ്ധരുടെ വിലയിരുത്തലുകളും മാർക്കറ്റിന് ക്ഷീണമേൽപ്പിക്കുകയും ചെയ്തു. ഇതിനെല്ലാം പുറമെ ഇന്ന് നിഫ്റ്റിയുടെ ഈ മാസത്തിലെ 3-ാമത്തെ ആഴ്ചയിലെ എക്സ്പയറിയുമായിരുന്നു. എക്സ്പയറിയുമായി ബന്ധപ്പെട്ടുള്ള വോൾട്ടാലിറ്റിയും മാർക്കറ്റിന്റെ ഗതിവിധികളെയും സ്വാധീനിക്കുകയും ചെയ്തു. ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇന്ന് 3-ാമത്തെ ട്രേഡിംഗ് സെഷനിലും തുടർച്ചയായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ കൺസോളിഡേഷൻ നടന്നെങ്കിൽ കൂടിയിട്ടും വെള്ളിയാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിന് നേരിയ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നത്. എങ്കിലും കഴിഞ്ഞ വ്യാഴാഴ്ച 4.22% ഇടിവ് രേഖപ്പെടുത്തിയ ഇന്ത്യ വിക്സില് വെള്ളിയാഴ്ചയും തുടർന്ന് ഇന്നലെ തിങ്കളാഴ്ചയും ഉയർച്ച രേഖപ്പെടുത്തിയെങ്കിൽ കൂടിയിട്ടും ഇന്ന് 4.25% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 18.67 എന്ന ലെവലിലേക്ക് ചേരുവാനായതും അതേസമയം ഇന്ത്യൻ മാർക്കറ്റിന് ഗുണം ചെയ്യുകയും ചെയ്തു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 69 പോയിന്റുകളുടെ നേരിയ നഷ്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് 0.25%, ഫ്രാൻസ് മാർക്കറ്റിന് 1%, ജർമ്മൻ മാർക്കറ്റിന് 1%-ലേറെയും നേട്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഇന്ന് ഏഷ്യൻ മാർക്കറ്റ്സിൽ സിംഗപ്പൂർ മാർക്കറ്റിന് 1.5%, ഹോങ്കോങ് മാർക്കറ്റിന് 0.5%-അടുത്തും ചൈനീസ് മാർക്കറ്റിന് 1%-അടുത്തും നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി ബാക്കി ഇന്ത്യ ഉൾപ്പെടെ എല്ലാ മാർക്കറ്റുകൾക്കും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. താൽക്കാലികമായി ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതിയിൽ നിന്നും യുഎസ് പ്രസിഡന്റ് പിൻവാങ്ങിയതിനെ തുടർന്ന് ഇന്ന് ബ്രന്റ് ക്രൂഡിന്റെ വിലയില് 1.25%-ന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയില് 1.25%-അടുത്തും ഇടിവാണ് അനുഭവപ്പെടുന്നത്. ബ്രന്റ് ക്രൂഡിന്റെ വില $110.05 ക്രൂഡ് ഓയിലിന്റെ വില $103.10 per ബാരൽ നിലയിലേക്കും എത്തിച്ചേർന്നു. ഗോൾഡിന്റെ വില 0.5% ഇടിവോടുകൂടി $439.53 per ഔൺസ് എന്ന നിലയിലായിട്ടാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഹിന്ദുസ്ഥാൻ കോപ്പർ 2031 ആകുമ്പോഴേക്കും കോപ്പറിന്റെ ഔട്ട്പുട്ട് 4 മെട്രിക് ടണ്ണിൽ നിന്ന് 12.2 മെട്രിക് ടണ്ണായിട്ട് ഉയർത്താനായിട്ട് കമ്പനി പദ്ധതിയിടുന്നുണ്ട്. യുറേക്ക ഫോബ്സ് പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ ക്വാർട്ടർ 4 കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. കമ്പനിയുടെ പ്രോഫിറ്റില് 3%-ന്റെയും റവന്യൂവില് 12%-ന്റെയും വർധനവ് രേഖപ്പെടുത്തി. ഗ്രോ കമ്പനിയുടെ ഫൗണ്ടേഴ്സ് 250-നും 260 കോടിക്കും മൂല്യം വരുന്ന ഷെയറുകൾ വിറ്റൊഴിഞ്ഞു. ധനുക അഗ്രിടെക് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റില് 29.8%-ന്റെയും റവന്യൂവില് 9.3%-ന്റെയും വർധനവ് രേഖപ്പെടുത്തി. ₹2 per ഷെയർ എന്ന നിലയില് ഡിവിഡൻഡും പ്രഖ്യാപിച്ചു. ന്യൂ ഇന്ത്യ അഷ്യൂറൻസ് 2019-20 അസസ്മെന്റ് വർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദായ നികുതി വകുപ്പിൽ നിന്ന് 255.68 കോടി രൂപയുടെ റീഫണ്ട് കമ്പനിക്ക് ഇന്ന് ലഭിച്ചു. സഫാരി ഇൻഡസ്ട്രീസ് നെറ്റ് പ്രോഫിറ്റില് 0.3%-ന്റെ നേരിയ ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻസില് 12.4%-ന്റെ വർധനവും രേഖപ്പെടുത്തി. റൈറ്റ്സ് നെറ്റ് പ്രോഫിറ്റില് 2%-ന്റെ ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻസില് 27.55%-ന്റെ വർധനവും രേഖപ്പെടുത്തി. സൈഡസ് ലൈഫ് സയൻസ് നെറ്റ് പ്രോഫിറ്റില് 9%-ന്റെ വർധനവ് രേഖപ്പെടുത്തി. കൂടാതെ ₹1 per ഷെയർ എന്ന നിലയില് ഡിവിഡൻഡിനായിട്ടുള്ള അംഗീകാരം ബോർഡ് നൽകുകയും ചെയ്തു. പക്ഷേ ഇത് ഷെയർ ഹോൾഡേഴ്സ് അപ്രൂവ് ചെയ്യേണ്ടതായിട്ടുമുണ്ട്. കിർലോസ്കർ ഇൻഡസ്ട്രീസ് നെറ്റ് പ്രോഫിറ്റില് 7.9%-ന്റെ ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻസില് 4.55%-ന്റെ വർധനവും രേഖപ്പെടുത്തി. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.